2017 ജനുവരിയിലെ ഒരു തണുത്ത രാത്രി. ഇരുട്ടിന്റെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് മഞ്ചാടിക്കുന്ന് പോലീസ് സ്റ്റേഷനിലെ ടെലിഫോൺ മണിയടിച്ചു. പാതി ഉറക്കത്തിലായിരുന്ന ഹെഡ് കോൺസ്റ്റബിൾ രാമേന്ദ്രൻ നായർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഫോൺ എടുത്തു. മറുതലയ്ക്കൽ നിന്ന് പറഞ്ഞ വാക്കുകൾ കേട്ട് രാമേന്ദ്രൻ നായർ ഞെട്ടിത്തരിച്ചിരുന്നു പോയി. പ്രശസ്ത നാടകനടനും താൻ ഏറെ ആരാധിക്കുന്നയാളുമായ ജയമോഹൻ പൊതുവേദിയിൽ, അതായത് ക്ഷേത്രവേദിയിൽ നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണും മരിച്ചു എന്നായിരുന്നു ആ വാർത്ത. എസ് ഐ അരുൺകുമാറിനെ വിവരമറിയിച്ച് രാമേന്ദ്രൻ നായർ 2 പോലീസുകാരെയും കൂട്ടി സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. അവരെത്തുന്നതിന് മുൻപ് തന്നെ അരുൺകുമാർ അവിടെ എത്തിയിരുന്നു. ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പോലീസ് സംഘം വേദിക്കരികിലേക്ക് കുതിച്ചു. അവർ കണ്ട കാഴ്ച ഇതായിരുന്നു. വേദിയിൽ ഒരു കസേരയുണ്ട്, ഒരു മേശയുണ്ട്. അതിന് താഴെയായി ജയമോഹൻ മരിച്ചു കിടക്കുന്നു. തൊട്ടടുത്തായി ഒരു കുപ്പി കിടക്കുന്നു. കുപ്പിയിൽ നിന്ന് എന്തോ ദ്രാവകം ഒളിച്ചിറങ്ങുന്നുണ്ട്. അതിനടുത്തായി ഒരു റോസാപ്പൂവും കിടപ്പുണ്ട്. വേദി ടേപ്പ് കൊണ്ട് തിരിച്ച പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തി. പിന്നീട് പതിവ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. അതുപോലെ മറിഞ്ഞു കിടന്ന കുപ്പിയിലെ ദ്രാവകവും റോസാപ്പൂവും ലാബിലേക്ക് രാസപരിശോധനയ്ക്കായി അയച്ചു. പോലീസ് സംഘം ട്രൂപ്പ് മാനേജറെ വിളിച്ച് വിവരങ്ങൾ ആരാഞ്ഞു. അയാൾ പറഞ്ഞ മറുപടി ഇതായിരുന്നു: നാടകം അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയായിരുന്നു. ക്ലൈമാക്സിൽ നായകനും നായികയും, വളരെ കാലമായി പിരിഞ്ഞിരുന്ന നായകനും നായികയും വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഒരു അവസാനവട്ട അന്വഞ്ച ശ്രമം എന്നുള്ള നിലയിൽ. നായകന്റെ തുടർച്ചയായുള്ള റിക്വസ്റ്റുകൾ, അപേക്ഷ നിഷ്കരണം തള്ളിക്കൊണ്ട് നായിക അയാളെ വിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പായി ഒരു റോസാപ്പൂ നായകൻ നൽകിയ ശേഷം ഒരു റോസാപ്പൂവിലാണ് തങ്ങളുടെ ബന്ധം തുടങ്ങിയത്, ഒരു റോസാപ്പൂവിൽ തന്നെ അത് അവസാനിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യം മുൻകൂട്ടി കണ്ടിരുന്നു എന്ന മട്ടിൽ നായകൻ താൻ കൊണ്ടുവന്നിരുന്ന വിഷക്കുപ്പി പുറത്തെടുക്കുന്നു. തുടർന്ന് നായിക ഇട്ടിട്ട് പോയ റോസാപ്പൂ എടുക്കുകയും അതെടുത്ത് വാസനിച്ചുകൊണ്ട് എൻ്റെ പ്രണയത്തിന്റെ അവസാന ശ്വാസം ഇതാണ് എന്ന് പറയുകയും ചെയ്തു. തുടർന്ന് വേദിക്ക് മുൻവശത്തേക്ക് വരികയും ആൾക്കൂട്ടത്തിന് മുന്നിലെത്തി അവിടെ നിന്ന് വിഷം കഴിക്കുകയും ചെയ്തു. വിഷം കഴിച്ച് തുടർന്ന് പതിയെ പിടഞ്ഞ് താഴെ വീണ് മരിക്കുകയാണ് ചെയ്യുന്നത്. സ്വതവേ സ്വാഭാവിക അഭിനയത്തിന്റെ വക്താവാണ് ജയമോഹൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം താഴെ വീണ് പിടയുമ്പോഴും ഉരുളുമ്പോഴും ഒക്കെ ആ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നേ നാടക പ്രവർത്തകർ കരുതിയുള്ളൂ. കാണികളാകട്ടെ അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ട് അമ്പരന്നിരിക്കുകയായിരുന്നു. അങ്ങനെ തിരശ്ശീല, അതോടുകൂടി ആ രംഗം എന്ന് പറയുമ്പോൾ നാടകം അവസാനിക്കുകയാണ്. അങ്ങനെ തിരശ്ശീല വീഴുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ തിരശ്ശീല വീണതിന് ശേഷവും ജയമോഹൻ എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തങ്ങൾ അടുത്തു ചെല്ലുകയും തട്ടി വിളിക്കുകയും ചെയ്തു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശരീരം നിശ്ചലമായിരിക്കുന്നതും മരണം സംഭവിച്ചിരിക്കുന്നതും മനസ്സിലാക്കിയത്. നാടക സംഘത്തിലെ ഓരോരുത്തരെയും പോലീസ് സംഘം ചോദ്യം ചെയ്തു. അതിൽ നിന്നും ജയമോഹൻ എല്ലാവരോടും വളരെ മികച്ച ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നുവെന്നും ജയമോഹന്റെ നടനെ ഏവരും ബഹുമാനിച്ചിരുന്നുവെന്നും മനസ്സിലാക്കി. പിന്നീട് ജയമോഹന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് പോലീസ് അന്വേഷണങ്ങൾ നടത്തി. ജയമോഹൻ ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു. എന്നാൽ വിവാഹത്തിന്റെ ഭാര്യ വിവാഹത്തിന്റെ പിറ്റേന്ന് തന്നെ ആത്മഹത്യ ചെയ്തിരുന്നു. അങ്ങനെ വളരെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം മറ്റൊരു വിവാഹം കഴിയുകയും ആ ഭാര്യയും പിന്നീട് വിവാഹമോചനം നേടുകയും ചെയ്തു. പൊതുവെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം വളരെ ദുരന്തമായിരുന്നു. ലാബിൽ നിന്നുള്ള രാസപരിശോധന ഫലം പുറത്തു വന്നു. റോസാപ്പൂവിലോ മറ്റു കുപ്പിയിലെ ദ്രാവകത്തിലും യാതൊരു വിഷാംശവും അടങ്ങിയിട്ടില്ലായിരുന്നു എന്നതായിരുന്നു അത്. എന്നാൽ പിന്നീട് വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ജയമോഹന്റെ ശ്വാസകോശത്തിൽ ഏതോ രാസവസ്തുവിന്റെ സാന്നിധ്യം സംശയിക്കുന്നു എന്നതായിരുന്നു. അങ്ങനെ പോലീസ് സംഘം അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും തുടർന്ന് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് സംഘം ജയമോഹന്റെ ഡയറി പരിശോധിച്ചു. താൻ ആഗ്രഹിച്ച വേഷങ്ങളെല്ലാം ആടിത്തീർത്തുവെന്നും അതുകൊണ്ട് തന്നെ നാടകരംഗത്തോട് കമ്പം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നുവെന്നും ജയമോഹൻ അതിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. പതിയെ പോലീസ് അതൊരു ആത്മഹത്യയിലേക്ക് എത്തിക്കാനുള്ള വെമ്പൽ കാട്ടുകയും ആ കേസ് വിസ്മൃതിയിലേക്ക് മായാൻ തുടങ്ങുകയും ചെയ്തു. ബന്ധുക്കൾ ആരും ഇല്ലാത്തതിനാലും അതുപോലെ ആരും വലിയ പ്രഷർ ചെലുത്താത്തതും അതിന് വലിയൊരു കാരണമായി. അങ്ങനെയിരിക്കെ ജയമോഹന്റെ ആത്മാർത്ഥ സുഹൃത്തായ ജോർജ് മാത്യു കാനഡയിൽ നിന്നും നാട്ടിലെത്തി. മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടിയ ജോർജ് മാത്യു ജയമോഹൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും തന്നോട് വലിയ സ്വപ്നങ്ങൾ പങ്കുവച്ചിരുന്നുവെന്നും പറഞ്ഞു. തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തിയ ജോർജ് മാത്യു ജയമോഹന്റെ മരണത്തിനുള്ള കാരണം കണ്ടെത്താനായി തുടരന്വേഷണം നടത്തണമെന്ന രീതിയിൽ അപേക്ഷ സമർപ്പിച്ചു. അങ്ങനെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കേസ് ഏറ്റെടുത്തു. അങ്ങനെ അന്വേഷണത്തിന്റെ ഭാഗമായി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ക്രൈം സ്പോട്ടിലെത്തുകയും സംഭവ സ്ഥലത്തെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ പരിശോധിക്കുകയും ചെയ്തു. ദൃക്സാക്ഷികളുമായി കൂടിക്കാഴ്ച നടത്തിയ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന് പക്ഷേ പ്രത്യക്ഷത്തിൽ യാതൊരു തെളിവും കണ്ടെത്താനായില്ല.
അങ്ങനെ ഇരിക്കെയാണ് നാടകത്തിന്റെ ക്ലൈമാക്സിന്റെ ഒരു വീഡിയോ, ഒരു യൂട്യൂബർ എടുത്ത വീഡിയോ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് സൂക്ഷ്മമായി പരിശോധിച്ച ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഞെട്ടലോടെ ഒരു കാര്യം മനസ്സിലാക്കി. ജയമോഹൻ വേദിക്ക് വളരെ മുന്നിൽ നിന്നാണ് വിഷം കഴിക്കുന്നത്. അപ്പോഴും ജയമോഹന്റെ കയ്യിൽ ആ റോസാപ്പൂവുണ്ട്. പിന്നീട് പിടഞ്ഞു വീഴുമ്പോൾ ആ റോസാപ്പൂവ് തെറിച്ചു വീഴുകയാണ്. അത് വളരെ മുന്നിലേക്കാണ് തെറിച്ചു വീഴുന്നത്. ഒന്നുകിൽ വേദിയുടെ ഏറ്റവും മുന്നിലായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിനിടയിലേക്കായിരിക്കാം ആ റോസാപ്പൂ പോയത്. പിന്നെ ആ വേദിയിൽ നിന്ന് കണ്ടത് എന്നുള്ള രീതിയിൽ ഫോട്ടോയിലും വീഡിയോയിലും കണ്ട, അതായത് പോലീസ് സംഘം എടുത്ത വീഡിയോയിലും ഫോട്ടോയിലും കണ്ട ആ റോസാപ്പൂ ഏതാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഉയർന്നു. റോസാപ്പൂവാണ് വില്ലൻ എന്ന് മനസ്സിലാക്കിയ ബെഞ്ചമിൻ നാടക പ്രവർത്തകരെ ഓരോരുത്തരെയും ചോദ്യം ചെയ്തു. പ്രത്യേകിച്ച് നാടകത്തിന്റെ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യുന്ന ആളെ, അതായത് വേദിയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വളരെ കൃത്യമായി തയ്യാറാക്കി വെക്കുന്നത് അയാളായിരുന്നു. അപ്പം അയാൾ പറഞ്ഞതനുസരിച്ച് ഈ ഇരിക്കുന്ന പൂവ്, അതായത് പോലീസിന്റെ കയ്യിൽ കിട്ടിയ റോസാപ്പൂവ് താൻ കൃത്യമായി വാങ്ങിച്ചത് തന്നെയാണെന്നും, അതുപോലെ പ്രോപ്പർട്ടീസ് എല്ലാം കൃത്യമായി താൻ സെറ്റ് ചെയ്ത് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചതെന്നും പറഞ്ഞു. അതിൽ നിന്നും നാടക പ്രവർത്തകരെല്ലാം സാധുക്കളാണെന്ന് ബെഞ്ചമിന് മനസ്സിലായി. ബെഞ്ചമിന്റെ പിന്നീടുള്ള ചോദ്യം, ഈ നാടകം നടക്കുന്ന സമയത്ത് നാടകത്തിൽ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ്, സാധനങ്ങൾ സെറ്റ് ചെയ്തിരുന്ന ഭാഗത്ത് ഒരു ആളുടെ, നാടക പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അയാളുടെ മറുപടി അത്ര കൺവിൻസിംഗ് ആയി തോന്നിയില്ല. അങ്ങനെ തുടർന്ന് ചോദ്യം ചെയ്തതിൽ നിന്നും അയാൾ സത്യം പറഞ്ഞു. അയാളുടെ ഒരു സുഹൃത്ത് ഈ ഒരു ക്ഷേത്രത്തിലാണ് പ്രോഗ്രാം നടന്നത്. അപ്പോൾ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായി താമസമുണ്ടായിരുന്നു. അങ്ങനെ അയാളും ഈ സുഹൃത്തും ചേർന്ന് മദ്യപിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ഈ പ്രോപ്പർട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്ത് ആരുമില്ലായിരുന്നു എന്ന് അയാൾ മൊഴി. ഇപ്പോൾ ബെഞ്ചമിന് കാര്യങ്ങൾ വ്യക്തമായി. നാടകം നടന്ന സമയത്ത് പുറമേ നിന്നൊരാൾ പ്രോപ്പർട്ടീസ് റൂമിലെത്തുകയും അവിടെ നിന്ന് ആ പ്രോപ്പർട്ടീസിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന റോസാപ്പൂ മാറ്റുകയും പകരം രാസപദാർത്ഥം കലർത്തിയ റോസാപ്പൂ വയ്ക്കുകയും ചെയ്തു. ഈ മരണം നടന്ന ശേഷം ആ തിരക്കിനിടയിൽ പഴയ മറ്റേ റോസാപ്പൂ, അതായത് വിഷം കലർത്തിയ റോസാപ്പൂ പതിയെ മാറ്റുകയും ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴയ ആ പ്രോപ്പർട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റോസാപ്പൂ തന്നെ എടുത്ത് റീപ്ലേസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പോലീസിന്റെ കയ്യിൽ കിട്ടിയത് യാതൊരു തെളിവും അവശേഷിപ്പിക്കാത്ത ആ റോസാപ്പൂ തന്നെയായിരുന്നു. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. ഈ നാടകത്തിന്റെ തിരക്കഥയെക്കുറിച്ച് വളരെ വ്യക്തമായ അറിവില്ലാത്ത ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. നാടക പ്രവർത്തകർ പറഞ്ഞതനുസരിച്ച് ഈ നാടകത്തിന്റെ ആദ്യത്തെ വേദിയാണ്. അതുകൊണ്ട് തന്നെ പുറമേ നിന്നൊരാൾക്ക് ഈ നാടകത്തിന്റെ കഥയോ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ക്ലൈമാക്സോ ഒന്നും മനസ്സിലാക്കാനുള്ള വഴി തീരെ കുറവാണ്. അപ്പോൾ തിരക്കഥാകൃത്ത് എവിടെയെന്ന് ബെഞ്ചമിൻ അവരോട് ചോദിച്ചു. അപ്പോൾ ട്രൂപ്പ് മാനേജർ മറുപടി പറഞ്ഞു, തിരക്കഥാകൃത്ത് 1 മാസം മുമ്പേ, അതായത് റിഹേഴ്സലിന് ഒരാഴ്ച മുമ്പേ മരിച്ചു പോയിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യെഴുത്ത് പ്രതിയുടെ DTP ആണ് തങ്ങൾക്ക് കിട്ടിയതെന്ന് അറിയിച്ചു. അങ്ങനെ ബെഞ്ചമിൻ മധുപാലിന്റെ വീട്ടിലെത്തുകയും മധുപാലിന്റെ ഭാര്യയോട് തിരക്കഥാ ചർച്ചയിൽ മധുപാൽ ആരെങ്കിലും പങ്കാളികളാക്കാറുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് ആരെയും പങ്കാളിയാക്കാറില്ലെന്നും, എന്നാൽ ഈ അടുത്തായി ഒരു ആരാധകൻ ഇവിടെ വരാറുണ്ടെന്നും അയാളോട് കഥയൊക്കെ പറയാറുണ്ടായിരുന്നെന്നും പറഞ്ഞു. മാത്രമല്ല അയാളുടെ കയ്യിലാണ് ഈ തിരക്കഥയുടെ DTP എടുക്കാൻ കൊടുത്തയച്ചതെന്നും, പിന്നീട് കിട്ടിയ DTP നാടകത്തിന്റെ ട്രൂപ്പ് മാനേജർക്ക് മരണക്കിടക്കയിൽ വെച്ചാണ് നൽകിയതെന്നും പറഞ്ഞു. അയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ലെന്നും ബാബു എന്നോ മറ്റോ ആണ് പേരെന്നും അവർ പറഞ്ഞു. അങ്ങനെ ബെഞ്ചമിൻ തൊട്ടടുത്തുള്ള വീടുകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും അയാളുടെ രൂപം ഒരു അവ്യക്തമായ ഒരു ഫോട്ടോ ലഭിക്കുകയും ചെയ്തു. അത് ബെഞ്ചമിൻ തൊട്ടടുത്തുള്ള സമീപവാസികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ഇരിക്കെ ഒരു സമീപവാസിയിൽ നിന്നും ബെഞ്ചമിന് ഒരു കോൾ ലഭിച്ചു. ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ പേര് വിനയൻ എന്നാണെന്നും അയാൾ അടുത്തുള്ള പ്രദേശമായ പഞ്ചുമുക്കിൽ വാടകയ്ക്ക് താമസിക്കുകയാണെന്നും പറഞ്ഞു. അങ്ങനെ പോലീസ് സംഘം നേരെ പഞ്ചുമുക്കിലെ വാടക വീട്ടിലെത്തിയെങ്കിലും ആരെയും കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ തുടർന്നുള്ള പരിശോധനയിൽ ഈ നാടകത്തിന്റെ തിരക്കഥയുടെ ഒറിജിനൽ കോപ്പി, അതായത് ഹാൻഡ് റിട്ടൺ കോപ്പി, കൈകൊണ്ടെഴുതിയ തിരക്കഥാകൃത്ത് സ്വന്തം കൈപ്പടയിൽ എഴുതിയ കോപ്പി കണ്ടെത്താൻ സാധിച്ചു. അതിന്റെ ക്ലൈമാക്സ് പരിശോധിച്ച ബെഞ്ചമിൻ ഞെട്ടലോടെ ഒരു കാര്യം മനസ്സിലാക്കി. ക്ലൈമാക്സിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നു. അതായത് റോസാപ്പൂ നായകന് നൽകുന്നതും, അതുപോലെ റോസാപ്പൂ വാസനിക്കുന്നതും, വേദിയുടെ മുൻവശത്തേക്കായി വന്ന് നായകൻ പിടഞ്ഞു വീഴുന്നതും അത് തിരക്കഥയിൽ എഴുതി ചേർത്തിരിക്കുന്നതായി കണ്ടെത്തി. വിനയനാണ് കൊലപാതകിയെന്ന് ബെഞ്ചമിന് മനസ്സിലായി. 4 ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ വിനയനെ കണ്ടെത്താൻ പോലീസ് സംഘത്തിന് സാധിച്ചു. തുടർന്നുള്ള ചോദ്യം ചെയ്യൽ വിനയൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കാരണം ഇതായിരുന്നു, കൊലയിലേക്ക് നയിച്ച കാരണം ഇതായിരുന്നു. ജയമോഹനും വിനയനും ഗീതയും സഹപാഠികളായിരുന്നു.
വിനയനും ഗീതയും തമ്മിൽ അടുത്ത ഇഷ്ടത്തിലായിരുന്നു. ഇതിന് എല്ലാ ഒത്താശയും ചെയ്തത് ജയമോഹനായിരുന്നു. അപ്പോൾ മെച്ചപ്പെട്ട ഒരു ജോലിയില്ലെങ്കിൽ ഗീതയെ വിവാഹം കഴിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ വിനയൻ നേരെ ഗൾഫിലേക്ക് പോവുകയും എല്ലാ സഹായത്തിനും ജയമോഹനെ ഏർപ്പാടാക്കുകയും ചെയ്തു. ഗീതയുടെ കത്തുകൾ പതിവായി വന്നുകൊണ്ടിരുന്നെങ്കിലും പതിയെ അത് കുറയുകയും ക്രമേണ ഇല്ലാതാവുകയും ചെയ്തു. എന്താണ് കാരണമെന്ന് വിനയന് മനസ്സിലായില്ല. അങ്ങനെ വിനയൻ നാട്ടിലെത്തിയപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. തലേന്നാൾ ജയമോഹനും ഗീതയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിരുന്നു. വിനയനെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ ജയമോഹൻ ഗീതയുടെ ഇഷ്ടം പിടിച്ചു പറ്റുകയും ഗീതയെ വിവാഹം കഴിക്കുകയുമായിരുന്നു. ഒരു കോമൺ സുഹൃത്ത് വഴി ഗീതയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വിനയന് സാധിച്ചു. തനിക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കിയ ഗീത അങ്ങനെ ആത്മഹത്യ ചെയ്തു. ഗീതയുടെ മരണത്തോടെ എങ്ങനെയും ജയമോഹനോട് പ്രതികാരം ചെയ്യണം എന്നുള്ള ചിന്ത വിനയന്റെ ഉള്ളിൽ വളർന്നു. എന്നാൽ കുടുംബത്തിൽ നിന്നുള്ള പ്രഷർ കാരണം വിനയന് തിരിച്ച് ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. കാലങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയ വിനയൻ പ്രതികാരത്തിനുള്ള കരുക്കൾ നീക്കി. അങ്ങനെ തിരക്കഥാകൃത്ത് മധുബാലുമായി ബന്ധം സ്ഥാപിച്ച വിനയന് വീട് കിട്ടിയ അവസരം പോലെയായിരുന്നു തിരക്കഥ തിരുത്താനുള്ള മാർഗം ലഭിച്ചത്. ഈ പ്രോപ്പർട്ടീസ് വാങ്ങുന്നത്, നാടകത്തിലേക്കുള്ള പ്രോപ്പർട്ടീസ് വാങ്ങുന്നത് ഏത് ഷോപ്പിൽ നിന്നാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്ന വിനയൻ ആ ഷോപ്പിലെത്തുകയും ഒരു റോസാപ്പൂ വാങ്ങുകയും ചെയ്തു. എന്നിട്ട് നാടകം നടന്ന സമയത്ത് അതിവിദഗ്ധമായി റൂമിലെത്തി പ്രോപ്പർട്ടീസിന്റെ സ്ഥാനത്ത്, അതായത് ആ റോസാപ്പൂവിനെ റീപ്ലേസ് ചെയ്ത് രാസപദാർത്ഥം കലർത്തിയ പൂ വയ്ക്കുകയും ചെയ്തു. ജയമോഹന്റെ മരണശേഷം ആ തിരക്കിനിടയിൽ അതിവിദഗ്ധമായി വേദിയുടെ മുൻവശത്ത് കിടന്ന റോസാപ്പൂ എടുത്ത് മാറ്റുകയും പകരം ആ രാസപദാർത്ഥമൊന്നും ഇല്ലാത്ത ആ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന പൂവ് തിരികെ വയ്ക്കുകയും ചെയ്തു. എന്തുകൊണ്ട് കൊലപാതകത്തിന് റോസാപ്പൂ തന്നെ തിരഞ്ഞെടുത്തു എന്ന ബെഞ്ചമിന്റെ ചോദ്യത്തിന് വിനയന്റെ മറുപടി ഇതായിരുന്നു: വിഷമാണെങ്കിൽ പിടിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. മാത്രമല്ല, ഈ ഒരു രാസപദാർത്ഥം എല്ലാവർക്കും അത്ര ഫെമിലിയർ ആയ ഒന്നല്ല. ഗീത മരിക്കുന്നതിന് മുൻപായി തനിക്ക് ഒരു കുറിപ്പും ഒരു റോസാപ്പൂവും കൊടുത്തു വിട്ടിരുന്നു. ജയമോഹന് ശ്വാസകോശ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നതായി തനിക്ക് അറിയാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് റോസാപ്പൂ തന്നെയായിരിക്കട്ടെ തന്റെ ആയുധമെന്ന് താൻ തീരുമാനിച്ചത്. അങ്ങനെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന് തന്റെ അന്വേഷണം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ബെഞ്ചമിന്റെ അടുത്ത കേസ് അന്വേഷണവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.